നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. ഞാനത് ജയാറിനോട് ചെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ജയാറിന്റെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നല്ല. ദിസ് ഈസ് ദ ഫാക്ട്. ജയാറിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അത് 3 ദിവസത്തിനായാലും 30 ദിവസത്തിനായാലും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളുമായിട്ട് കോടതിയിൽ പോവാലോ? ഫിനാൻസ് കമ്പനികളുടെ നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ കോടതിയിൽ പോയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കോടതി ജയാറിന് അനുകൂലമായ ഉത്തരം തന്നെ നൽകും. എന്റെ ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാ, നിങ്ങൾ തൽക്കാലം ഇതിന് സമ്മതിക്കും. നിങ്ങൾക്ക് ഇവിടെ ആളെ നിർത്തുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. നാളെ തന്നെ നിങ്ങൾക്ക് പണം കിട്ടി കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അതുവരെ മാത്രമേ അങ്ങനെ ഒരാളോട് നിൽക്കുള്ളൂ. ഹരി, വേറെ ഒരു മത്സരത്തിന് പോയി കാര്യങ്ങൾ വഷളാക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. Then you may decide. സ്വാമി, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. Then okay. ഞാൻ ഓഫീസിലുണ്ടോ? വിളിച്ചാൽ മതി. രഘുവേട്ടൻ തിരിച്ചെത്തിയാൽ എല്ലാം നേരെയാക്കാം എന്നൊരാശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത നടപടി വന്നു. നമ്മളെ കൊണ്ടൊരിക്കലും കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ലെന്ന് അയാൾക്കൊരു തോന്നലുണ്ട്. അതിന്റെ ധൈര്യ ഈ കാണിക്കുന്നെ. ഹരി, അതെ, ഒരാള് വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞ അയാള് ഏത് തരക്കാരനായിരിക്കും? അമ്മാവ, ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞാല് അതൊരു പ്രയോഗം മാത്രമാണ്. അവരുടെ കമ്പനിയിൽ ഏറ്റവും താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ജോലിക്കാരെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കുക. ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ആളുകൾ താമസിക്കുന്നതും കൺമുന്നിലൂടെ നടക്കുന്നതൊക്കെ അതൊരു ഭീഷണിയായിരിക്കും. ഹരി, ഒരു കാര്യം ഉറപ്പാ, രഘുവേട്ടൻ തിരിച്ചെത്താൻ 3-4 ദിവസം എടുക്കും. രഘുവേട്ടൻ തിരിച്ചെത്തിയാലും പാലക്കാട്ടെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസം എടുക്കും. അത് വിൽക്കാൻ ആളെ കണ്ടെത്തണം, രജിസ്ട്രേഷൻ നടക്കണം.